ഹായ് ട്രേഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. കാരണം വേറെ ഒന്നല്ല, ഞാൻ കുറച്ചധികം ചലഞ്ചുകൾ പർച്ചേസ് ചെയ്തിട്ട് അത് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗായ്സ്. ഫസ്റ്റ് പേസും സെക്കൻഡ് പേസ് ഒക്കെ ആയിട്ട് തലകുത്തി മറിയായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ് എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ ഫണ്ടിങ് പിപ്സിന്റെ നമ്മൾ രണ്ട് പേസും നമ്മൾ പാസ്സായിട്ടുണ്ട്. 100K അക്കൗണ്ട് ആണ് ഗൈസ്. ഓക്കെ, 100K അക്കൗണ്ട് ആണ് നമ്മൾ പാസ്സായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5 ഇയറിൻ്റെയും നമ്മൾ ഫസ്റ്റ് പേസും സെക്കൻഡ് പേസും പാസ്സായിട്ടുണ്ട്. ഇതാണ് അവരുടെ ഡാഷ്ബോർഡ്. ഓക്കെ, പ്രോഫിറ്റ് ടാർജറ്റ് പാസ്സായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈ ഫണ്ടഡ് എഫക്ട്സിന്റെ ഫസ്റ്റ് പേസും ഞാൻ പാസ്സായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പേസ് ആണ് പാസ്സായിട്ടുള്ളത്. ഇനി സെക്കൻഡ് പേസ് ഉണ്ട്. ഇത് വലിയ അക്കൗണ്ട് ആണ്, 300K അക്കൗണ്ട് ആണ്. ഇവരൊക്കെ നിർത്തി പോകുന്നു നമുക്ക് അറിയില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ. ഇനിയിപ്പോ വേറെ ഫേമുകളൊന്നും നമ്മൾ FTM ചൂസ് ചെയ്യായിരിക്കും നല്ലത്. കാരണം ബാക്കി FTM ആണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിളും അല്ല. ബാക്കിയുള്ള ഫേമുകളൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് പോവാം. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. ഇപ്പൊ കാണുന്നതിൽ വെച്ചിട്ടുള്ള നല്ല നല്ല ഫേമുകളാണ് ഇപ്പോൾ നമ്മൾ നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ആൽഫ ക്യാപിറ്റൽ ആയാലും മൈ ഫണ്ടഡ് എഫക്ട്സ് ആയാലും. മൈ ഫണ്ടഡ് എഫക്ട്സിന്റെ കാര്യം അറിയില്ല എന്താവുമെന്ന്. 5 ഇയർ ആയാലും 5 ഇയർ ഏകദേശം 2017-16 ടൈം തൊട്ടിട്ടേ മാർക്കറ്റിലുള്ള ഒരു ഫേമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ ലൈവ് അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫണ്ടിങ് പിപ്സ് ആയാലും പുതിയ നല്ല കുറെ വിഡ്രോവൽസ് ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ പേഴ്സണലി അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വിഡ്രോവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫേമാന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇനി എത്രയും പെട്ടെന്ന് എന്താ പറയാ FTM എടുക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അറിയില്ല ഇനി ബാക്കിയുള്ള ഫേമുകളൊക്കെ എത്ര നാള്. അതുപോലെ TFTയുടെ കാര്യമൊക്കെ അറിഞ്ഞൂടെ. TFT ഒക്കെ നമ്മുടെ അക്കൗണ്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ചെറിയ ചെറിയ അക്കൗണ്ടുകളൊക്കെ തിരിച്ചു തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അക്കൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടിയാലും തന്നെ നമുക്ക് ഫസ്റ്റ് ബേസ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ബേസ് പാസ്സാക്കണം, സെക്കൻഡ് ബേസും പാസ്സാക്കേണ്ടി വരും. അപ്പോൾ പഴയ അക്കൗണ്ട് ഇനി കിട്ടാൻ ചാൻസ് ഇല്ല, കിട്ടില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആൽഫ ക്യാപിറ്റലും ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ആൽഫ ക്യാപിറ്റൽ ഇപ്പോൾ ലോസിലാണ്, നമ്മൾ ലോസിലാണ്. ഏകദേശം 5% ഏറ്റവും ലോസിലാണ്. ഇതിന്റെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇതൊക്കെയാണ് അപ്ഡേറ്റ്. ഏഹ് അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഫണ്ടമെന്റൽ ന്യൂസ് കാര്യങ്ങളൊക്കെ എങ്ങനെ റീഡ് ചെയ്യാം. പോസിറ്റീവ് ന്യൂസ് ആണോ നെഗറ്റീവ് ന്യൂസ് ആണോ, എങ്ങനെയാണ് ന്യൂസും കാര്യങ്ങളും നമുക്കറിയാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതാ മൈ FX ബുക്കിന്റെ എക്കണോമിക് കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഈ സൈറ്റാണ് ഗൈസ്. ഈ സൈറ്റാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിതിൽ ഹൈ ഇമ്പാക്റ്റ് മാത്രമാണ് ടിക്ക് കൊടുത്തിട്ടുള്ളത്. മീഡിയം ലോ ഒന്നും വേണ്ട. പിന്നെ നമുക്ക് കറൻസി പെയറുകൾ ആയാലും ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഏത് കറൻസി പെയർ വേണമെങ്കിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കറൻസി പെയറിന്റെ ന്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമുക്ക് യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ, ദിസ് വീക്ക്, നെക്സ്റ്റ് വീക്ക്, അപ്പോൾ ഇതിലെല്ലാത്തിലും ന്യൂസ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലിപ്പോ യെസ്റ്റർഡേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗൈസ്. ഇപ്പോ യു എസ് ടിക്ക് ന്യൂസ് ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, USDയുടെ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ആയിരുന്നു. അതായത് നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രീവിയസ് ഉണ്ട്, കൺസെൻസസ് ഉണ്ട്, ആക്ച്വൽ ഉണ്ട്. ഓക്കെ, ഈ ആക്ച്വൽ എന്ന് പറയുന്നത് നമുക്ക് ന്യൂസ് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് ആവുന്നതാണ് ഈ ആക്ച്വൽ. ഓക്കെ, ഈ കൺസെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടിങ് പ്രൈസ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൈസ്, ഇപ്പോൾ ഈ ലാസ്റ്റ് ന്യൂസ് നോക്കി USD. ഓക്കെ, നമുക്ക് ഈ ന്യൂസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഈ ഒരു പോയിന്റ് നമുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇത് എക്സ്പെക്ടിങ് ഹൈ പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് ബുള്ളിഷ് ആയിരിക്കും. അതല്ല നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് ബീറിഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കാണ്ടോ. നമുക്ക് ഇതാണ് ഇത് രണ്ടും, ഈ പ്രീവിയസും കൺസെൻസും വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ന്യൂസ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ആക്ച്വൽ വരിക. ഓക്കെ, അപ്പൊ ഈ ആക്ച്വൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പൊ 52 ആണ് അല്ലെ. 52 ആണ്. ഇത് നോക്കണ്ട, ഈ പ്രീവിയസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ കൺസെൻസസും പിന്നെ ആക്ച്വലും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഈ 52 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫിഗർ. ഓക്കെ, ഇവിടെ വന്ന എന്താണ് 49.4 അല്ലെ. അപ്പോൾ ഇത് നെഗറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ USDക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് നെഗറ്റീവ് ആണ്. നേരെ മറിച്ചിട്ട് നമുക്ക് മുകളിൽ അപ്പൊ ആ സെയിം ടൈമിൽ തന്നെ വേറെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ USDക്ക്. അപ്പൊ അത് നോക്കി നോക്കിയേ, അതിന്റെ റിപ്പോർട്ട് നോക്കി നോക്കിയേ. ഈ എക്സ്പെക്ടിങ് ഫിഗർ ഇപ്പോൾ 50.9 ആണ്. പക്ഷെ ഈ ന്യൂസ് പോസിറ്റീവ് ആണ്. നമുക്ക് ഇവിടെ കളർ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ അവർ കളർ ആയിട്ട് കൊടുക്കും. ഓക്കെ,
ബുള്ളിഷ് ആണെങ്കിൽ ഗ്രീൻ കളർ, ബിയറിഷ് ആണെങ്കിൽ റെഡ് കളർ. അപ്പോൾ നമുക്കത് നോക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വേറെയും സൈറ്റുകളുണ്ട് ഗൈസ്. ഇപ്പോൾ ഫോറക്സ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോറക്സ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യലില്ല. ഞാന് MyFX ബുക്കിന്റെ കലണ്ടർ തന്നെയാണ് യൂസ് ചെയ്യല്. ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ന്യൂസുകളൊന്നും കാണിക്കില്ല ഗൈസ്. ഇതില് നമുക്ക് കണ്ടോ ഫിൽട്ടർ ചെയ്യാം. ഇതില് കണ്ടോ ഇതൊക്കെ ഈ ഫോൾഡർ പോലെ കാണുന്നുണ്ട്. ഇതൊക്കെ സ്മോൾ ഇമ്പാക്ട് ന്യൂസ് ആണ്. നമുക്ക് റെഡ് കളർ ഫോൾഡർ മാത്രം മതി. ഓക്കെ. അപ്ലൈ ഫിൽട്ടർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇത് നമുക്കിവിടെ ഡേറ്റ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോ അടുത്ത ആഴ്ചയിലെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അപ്ലൈ സെറ്റിംഗ്സ് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരുന്ന ന്യൂസുകൾ നമുക്ക് കാണാം. ഹൈ ഇമ്പാക്ട് ന്യൂസുകളൊന്നും ഇല്ല. ഓക്കെ. അയ്യോ സോറി ഹൈ ഇമ്പാക്ട് ന്യൂസുകളാണ് മാത്രമാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലും നമുക്ക് കണ്ടോ ഇവിടെ ആക്ച്വലും ഉണ്ട്, ഫോർകാസ്റ്റ് പ്രീവിയസ് ഉണ്ട്. ഇതിൽ നമുക്ക് പ്രീവിയസും ആക്ച്വലും മാത്രം ഈ ആക്ച്വല് പ്രിന്റ് ആവില്ല. അത് ന്യൂസ് വന്നു കഴിഞ്ഞതിന് ശേഷമാവും പ്രിന്റ് ആവുക. ഈ ഫോർകാസ്റ്റും പിന്നെ അതുപോലെ തന്നെ ആക്ച്വലും മാത്രം നോക്കിയാൽ മതി. ഇതൊന്നും നമുക്ക് ഈ ഗ്രാഫ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. എന്താണ് ആ ന്യൂസ്. പിന്നെ അതുപോലെ തന്നെ ഹൈ ഇമ്പാക്ട് ന്യൂസുകളുണ്ട് ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൈ ഇമ്പാക്ട് ന്യൂസുകള് ഇതൊക്കെയാണ് ഗൈസ് ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് റിപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ്, അതായത് CPI ന്യൂസ്. അതിന്റെ ഷോർട്ട് ആക്കിയിട്ട് പറയാം. CPI, GDP, NFP, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് പോളിസി, FMOC, FMOC എന്ന് പറഞ്ഞു FOMC എന്നാണ് പറയാ ന്യൂസിനെ. ഓക്കെ. എല്ലാ മാസം വരുന്ന ന്യൂസാണ്. ഈ NFP എന്ന് പറയുന്ന ന്യൂസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. NFP എല്ലാ മാസവും ഫസ്റ്റ് വെള്ളിയാഴ്ച വരുന്ന ന്യൂസാണ് ഈ NFP എന്ന് പറയുന്ന ന്യൂസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ PCE എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് ന്യൂസസ്, ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ട്രേഡ് ചെയ്യാതിരിക്കുക. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റണ്ണിങ് ട്രേഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പാർഷ്യലി ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റിസ്ക് ടൈറ്റ് ചെയ്യുകയോ ചെയ്യണമായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഫേമുകളിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഹൈ ഇമ്പാക്ട് ന്യൂസ് വന്നു കഴിഞ്ഞാൽ സ്ലിപ്പേജ് കിട്ടാനുള്ള നല്ല ചാൻസസ് ഉണ്ട് ഗൈസ്, നമ്മൾ ഫേമുകളിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ വരികയാണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ട്രേഡ് ചെയ്യുക. അപ്പോൾ ന്യൂസുകൾ ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ എക്കണോമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെയാണ് അപ്കമിങ് ന്യൂസുകൾ എന്ന് നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ എന്നിട്ട് ന്യൂസ് വന്നതിന് ശേഷം ആക്ച്വലും കൺസെൻസും നോക്കിയിട്ട് നമ്മൾക്ക് അതിന്റെ റിപ്പോർട്ട് മനസ്സിലാവും. അത് പോസിറ്റീവ് ന്യൂസ് ആണോ നെഗറ്റീവ് ന്യൂസ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൈസ്, ഇതൊരു ഇതൊരു റെസിസ്റ്റന്റ് ആണ്. മാർക്കറ്റ് വന്നിട്ട് റെസിസ്റ്റന്റ് വന്നിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ഒരു ന്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ നാളെ ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ റെസിസ്റ്റന്റിൽ മാർക്കറ്റ് വന്നിട്ട് വെറുതെ ടച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുകയുള്ളൂ. ഈ ന്യൂസ് വന്നതിന് ശേഷമായിരിക്കും ഒന്നില്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നേരെ റിവേഴ്സ് ആവുക. അതുവരെ മാർക്കറ്റ് അവിടെ ഒരു കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ന്യൂസ് വന്നതിന് ശേഷമായിരിക്കും ആ ഒരു ബിഗ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ശരിക്കും മാർക്കറ്റിൽ വരിക. സപ്പോർട്ട് റെസിസ്റ്റന്റിൽ മാർക്കറ്റ് എത്തുന്നു, പിന്നെ ഒരു ന്യൂസ് വരുന്നു, അപ്പോഴായിരിക്കും മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഡ്രോപ്പ് അല്ലെങ്കിൽ സ്പൈക്ക്. ഓക്കെ. അപ്പോൾ ന്യൂസ് ഇപ്പോൾ ടെക്നിക്കലി മാത്രം നമ്മൾ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ടെക്നിക്കലി നോക്കുക, പ്ലസ് ന്യൂസിന് നമ്മൾ ഇപ്പോൾ ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഹൈ ഇമ്പാക്ട് ന്യൂസുകളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാതെ ഇരിക്കുക. ഇപ്പോൾ എല്ലാ ഫേമുകളും നമുക്ക് നമ്മൾ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാലും ലോസ് ആയ കഴിഞ്ഞാലും നമുക്ക് അക്കൗണ്ട് ഒരു ബ്രീച്ച് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, ഹൈ ഇമ്പാക്ട് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ട്രേഡ് ചെയ്യുക. അപ്പോൾ ന്യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ന്യൂസ് വന്നു കഴിഞ്ഞത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് നമ്മുടെ ആക്ച്വലും കൺസെപ്ഷനും കൂടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ ആ ന്യൂസ് എന്തായിരുന്നു എന്ന് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂസിന്റെ കറക്റ്റ് ഫിഗറും പിന്നെ അതിന്റെ റിപ്പോർട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നോക്കണ്ടേന്നൊന്നും എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ നോക്കാറും കൂടി ഇല്ല. കണ്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്തല്ല, പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒക്കെ നോക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ നോക്കാറില്ല. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ന്യൂസ് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സിമ്പിൾ വഴിയാണ്. നിങ്ങൾ എല്ലാവരും നോക്കുക. ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് MyFX ബുക്കിന്റെ ആണ്. ഫോറക്സ് ഫാക്ടറിയിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ന്യൂസുകൾ കാണിക്കില്ല ഗൈസ്. ചില ന്യൂസുകൾ അതിൽ വരാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ സിമ്പിൾ ആണ്, എല്ലാവരും എടുക്കുക. എന്താ, എല്ലാ ആഴ്ചയിലും ന്യൂസ് ചെക്ക് ചെയ്തതിന് ശേഷം ടെക്നിക്കലി നോക്കിയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ വേറെ ഒന്നുകൂടി കാണിച്ചു തരാം നമുക്ക്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ സെൻട്രൽ ബാങ്ക്സ്. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ഓക്കെ, ഈ USDയുടെ ഫെഡറൽ റിസർവ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളുടെയും ഇതൊക്കെയാണ് കറൻസികളുടെ ബാങ്ക്. അപ്പൊ ഇതിന്റെ ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക, ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ. ഓക്കെ, പിന്നെ അതുപോലെ ഇതും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുള്ള കേസ്, അല്ലാണ്ട് ഇതൊന്നും കാണാപ്പാടം പഠിച്ച് വെക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. ഓക്കെ, ആ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ന്യൂസിന്റെ റിപ്പോർട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ ടെക്നിക്കലി ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ ന്യൂസ് പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂസ് USDക്ക് ഒരു ന്യൂസ് വന്നു, അത് പോസിറ്റീവ് ആണ് എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ട്. ഇപ്പൊ നമുക്ക് ചാർട്ടിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഡ്രോപ്പ് ആവാം. അപ്പോൾ അതെപ്പോഴും കറക്റ്റ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ന്യൂസ് ട്രേഡിങ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി കൂടെ. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ചില ടൈമിൽ മാർക്കറ്റ് പോസിറ്റീവ് അടിക്കും. കാരണം അത്രയും മാർക്കറ്റ് ആ ടൈമിലുള്ള സെന്റിമെന്റ്സ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് നെക്സ്റ്റ് മൂവ്മെന്റ് നടത്തുക. മനസ്സിലായി? ന്യൂസ് മാത്രമായിരിക്കില്ല. അപ്പൊ ന്യൂസ് മാത്രം നോക്കിയിട്ട് ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോവാം, പിന്നെ സ്ലിപ്പേജ് കിട്ടാം, നമ്മുടെ ഫണ്ട് അക്കൗണ്ട് ഒക്കെ ബ്രീച്ച് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ന്യൂസ്. ഓക്കെ, അപ്പോ ആ ടൈമിലൊക്കെ ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ന്യൂസ് എല്ലാവരും നോക്കുക, എല്ലാവരും ചെക്ക് ചെയ്യുക. ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആട്ടോ, ഫണ്ടിങ് ബിപ്സിന്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ 5 ഇയറിന്റെ സർട്ടിഫിക്കറ്റ് ഒരു കാര്യമില്ല ഗൈസ്. കണ്ടോ, ഇങ്ങനെയാണ്, പേരൊന്നും ഇല്ല അതിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ മൈ ഫണ്ടഡ് എഫക്ട്സിന്റെ ഇതൊക്കെ കൂട്ടി പോകുന്ന അറിയില്ല guys. ഇതൊക്കെ ഞാൻ എടുത്തിട്ട് ഇപ്പൊ 300 കയറിയൊക്കെയാണ്. ഇപ്പൊ സ്വിഫ്റ്റ് ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫെയിം കൂട്ടാൻ പോവാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇവരുടെ പാരന്റ് കമ്പനിയാണത്. അപ്പോ അറിയില്ല ഗൈസ്, ഇതൊക്കെ പാസ്സാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിഡ്രോവൽ എടുത്താൽ തന്നെ പറയാൻ പറ്റുള്ളൂ വിഡ്രോവൽ ആയി എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പൊ എല്ലാവരും ഫണ്ടമെന്റലി സിമ്പിൾ ആണ്. ഇതാ, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മോസ്റ്റ്ലി സ്വിംഗ് ട്രേഡ് ചെയ്യുക. അപ്പൊ ന്യൂസിൽ നിന്ന് നമുക്ക് ഒരുവിധം മാറി നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ സ്കാൽപ്പിങ്ങും ഡേ ട്രേഡിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാതിരിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഹാപ്പി ട്രേഡിങ്.